ഈ ജയിൽ ചാട്ടം അവന്റെ ഒടുക്കത്തിനുള്ള ചാട്ടമായി പോയി. വിയ്യൂരിൽ കിടന്ന് ചാകും ഗോവിന്ദചാമി. അവിടെ പോലീസ് കട്ടക്കലിപ്പിലാണ്. കാരണം ജയിൽ ചാടിയ ഗോവിന്ദചാമി പോലീസിനെ ഒന്നാകെയാണ് നാണം കെടുത്തിയത്. ചാമിയെ പിടിച്ച നാട്ടുകാർക്ക് നന്ദിയെന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റിട്ട ആഘോഷം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാക്കിയൂരി ഏമാന്മാർ ചെരയ്ക്കാൻ പോകൂവെന്ന ആക്ഷേപത്തിൽ പൊള്ളി നിൽക്കുന്ന പോലീസ്. വിയ്യൂരിലെ ഘടാഘടിയന്മാർ ചാമിയെ എടുത്ത് പൊതിച്ചുവെന്നാണ് സൂചന. നടയടി കണക്കിന് കിട്ടിയിട്ടുണ്ട് ഒറ്റക്കയ്യന്. ഇയാളെ നിരീക്ഷിക്കുന്നതിന് പ്രത്യേക പോലീസ് സംഘത്തെ തയ്യാറാക്കിയിരിക്കുന്നത്. വിയ്യൂരിലേക്ക് പോകണ്ട, തിരുവനന്തപുരത്തേക്ക് മാറ്റിയാൽ മതിയെന്ന് ഗോവിന്ദചാമിയുടെ കരച്ചിലുണ്ടായിരുന്നു. പിടിക്കപ്പെടുമെന്നറിയാമായിരുന്നു. എന്നിട്ടും ചാടിയത് ജയിൽ മാറ്റത്തിനു വേണ്ടിയാണെന്ന് ഗോവിന്ദചാമിയുടെ മൊഴിയുണ്ടെന്ന ഒരു സൂചന പുറത്തു വന്നിരുന്നു. തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെത്താൻ ചാമി നടത്തിയ നാടകമായിരിക്കാം ഈ ചാട്ടമെന്ന് ചില പോലീസുകാരും സംശയം പ്രകടിപ്പിച്ചിരുന്നു. തിരുവനന്തപുരത്തേക്ക് തന്നെ മാറ്റാൻ വേണ്ടി അക്രമാസക്തനാകുകയും ഭക്ഷണം വാരി എറിയുകയും പോലീസിന് നേരെ വിസർജ്യം എറിയുകയും ചെയ്തിട്ടുണ്ട് മുൻപ് പലതവണ ഗോവിന്ദചാമി. തിരുവനന്തപുരം ജയിൽ കുറച്ചുകൂടി സ്വാതന്ത്ര്യമുണ്ടെന്ന് സഹതടവുകാരൻ ചാമിയോട് പറഞ്ഞത്. പൂജപ്പുരയിൽ നിന്ന് ചാടാൻ ഇത്ര റിസ്ക് ഇല്ലെന്ന സഹതടവുകാരൻ്റെ ഉപദേശം കേട്ട കാലം തൊട്ട് പൂജപ്പുരയാണ് ചാമിയുടെ ലക്ഷ്യം. ഒടുക്കം കളി കാര്യമായി കൊണ്ടിട്ടത് വിയ്യൂരിലെ ഇരുട്ടറയിൽ. ഈ സൈക്കോയ്ക്ക് അവിടുത്തെ അന്തരീക്ഷം ഭ്രാന്ത് പിടിപ്പിക്കും. കണ്ണൂർ ജയിലിൽ കാണിച്ച വെളച്ചിൽ വിയ്യൂരെടുത്താൽ നട്ടെല്ല് ചവിട്ടി ഓടിക്കും പോലീസുകാർ. അക്രമാസക്തനായി വിസർജ്യം എടുത്തെറിഞ്ഞാൽ അവനെ കൊണ്ട് തന്നെ തീറ്റിക്കും അവിടുത്തെ ജയിൽ അധികാരികൾ. മേലധികാരികളുടെ വായിലിരിക്കുന്നതെല്ലാം കേട്ട് കലിയിളകി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന പോലീസുകാരാണ് വിയ്യൂരിൽ ഡ്യൂട്ടിയിലുള്ളത്. അധികാരികളോട് കാണിക്കാൻ പറ്റാത്ത ചൊറ മുഴുവൻ തടവുകാരോട് തീർക്കും ഇവിടുത്തെ ഏമാന്മാർ. അടികൊണ്ട് അട്ട ചുരുളും പോലെ ചുരുളും ഗോവിന്ദചാമി. സംസ്ഥാനത്തെ ആദ്യത്തെ ഹൈ സെക്യൂരിറ്റി പ്രിസണാണ് വിയ്യൂര്. അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളോടെ നിർമ്മിച്ച ജയിലിൽ 600 തടവുകാരെ പാർപ്പിക്കാനുള്ള ശേഷിയുണ്ട്. ഇതിന് 192 സെല്ലുകളുണ്ട്. 9 ഏക്കർ സ്ഥലത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കോട് കൂടിയ 3 നില കെട്ടിടത്തിൽ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ജയിലിൽ ബാഗേജ് സ്കാനർ, ബയോമെട്രിക് ഫിംഗർ പ്രിന്റ്, ലോക്ക് സംവിധാനം എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട്. മറ്റ് സെല്ലുകളിലെ തടവുകാർ പരസ്പരം കാണാത്ത രീതിയിലാണ് സെല്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ മുറികളിലും CCTV ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ 300-ലധികം കൊടും കുറ്റവാളികളാണ് ജയിലിലുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ. 6 തടവുകാർക്ക് ഒരു വാർഡൻ എന്ന അനുപാതത്തിൽ നിയമനങ്ങൾ നടത്തണം എന്നാണ് ചട്ടം. കണ്ണൂർ ജയിലിൽ സ്വാതന്ത്ര്യമില്ലെന്ന് കരഞ്ഞു വിളിച്ചായിരുന്നു ഗോവിന്ദചാമി കഴിഞ്ഞിരുന്നത്. ജയിൽ മാറ്റത്തിനു വേണ്ടി ചില്ലറ തരികിടയൊന്നും അല്ല കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. ഒടുക്കം വിയ്യൂരെന്ന് കേട്ടപ്പോഴേ പണിപാളി. ജയിലിലെ സെല്ലിൽ അള്ളിപ്പിടിച്ച് കിടപ്പായിരുന്നു. വിയ്യൂരിലേക്കില്ല, തിരുവനന്തപുരത്തേക്ക് മാത്രം മതി മാറ്റമെന്ന്. അവൻ പറയുന്നത് പോലെ കൊണ്ടുപോകാൻ അവൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് ടൂർ പോകുവാണല്ലോ എന്ന് മലയാളി കമൻറ്റ് കത്തിക്കുന്നുണ്ട്. വിയ്യൂരിൽ ഏകാന്ത തടവുകാരനാണ് ഗോവിന്ദചാമി. ഒരു മുറിയിൽ തനിച്ച് മറ്റാരെയും കാണാതെ പുറത്തിറങ്ങാനാകാതെ കിടക്കണം. പക്ഷേ ഈ സൈക്കോയുടെ രീതികൾക്ക് വിയ്യൂര് പറ്റില്ല. ലൈംഗിക ആസക്തി വളരെ കൂടുതലുണ്ട് ചാമിക്ക്. മറ്റുള്ളവരെ ലൈംഗിക ചേഷ്ടകൾ കാണിക്കുകയും മാസ്റ്റർബേഷൻ ചെയ്യുകയും അതിലൊക്കെ ആനന്ദം കണ്ടെത്തുന്ന പ്രത്യേകതരം സൈക്കോപാത്താണ്. ഒറ്റമുറിക്കുള്ളിലെ ജീവിതം ഇയാളെ കൂടുതൽ ഭ്രാന്തനാക്കും. വയലൻ്റായി അക്രമം കാട്ടിയാൽ പോലീസിൻ്റെ ചവിട്ടും കിട്ടും. ചുരുക്കി പറഞ്ഞാൽ എരിതീയിൽ നിന്ന് വറചട്ടിയിലേക്കാണ് ചാമി വന്ന് വീണിരിക്കുന്നത്. ഗോവിന്ദചാമി പോലീസിന് നൽകിയ മൊഴി കേട്ട് കിളിപോയി നിൽക്കുകയാണ് മലയാളി ഒന്നടങ്കം. ഇവിടെ നല്ലൊരു ബിരിയാണി കിട്ടാനുണ്ടോ? മടുത്തു ഈ ജീവിതം. കേരളത്തെ നടുക്കിയ ഒറ്റക്കയ്യൻ ക്രിമിനൽ ജയിൽ ചാടാൻ കാരണമായി പോലീസിനോട് പറഞ്ഞത് ഇക്കാരണമാണ്. പരോളില്ലാത്ത ജയിൽവാസം ശരിക്കും മടുപ്പിച്ചുവെന്നും അതുകൊണ്ടാണ് റിസ്ക് എടുത്ത് ജയിൽ ചാടിയത് എന്നുമായിരുന്നു ഗോവിന്ദചാമി പോലീസിനോട് പറഞ്ഞത് എന്നാണ് വിവരങ്ങൾ. എങ്ങനെയെങ്കിലും തമിഴ്നാട്ടിൽ പോയി ജീവിക്കുക എന്നതായിരുന്നു ലക്ഷ്യമെന്നും ചാമി വെളിപ്പെടുത്തി. 5 വർഷമായി ജയിലിൽ കിടക്കുന്നു. ബലാത്സംഗം മാത്രമാണ് ചെയ്തത്. ഒരു തവണ പോലും പരോൾ അനുവദിച്ചില്ല എന്നും ഗോവിന്ദചാമി പരാതി പറഞ്ഞിരിക്കുന്നത്. 3 തവണ ജയിൽ ചാടാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും പോലീസിന് നൽകിയ മൊഴിയിലുണ്ട്. 6 മാസം മാത്രമേ ജയിൽ ചാട്ടത്തിന് ശിക്ഷയുള്ളൂ എന്നതും ജയിൽ ചാടാൻ പ്രേരണയായി എന്നാണ് പ്രതി പറയുന്നത്. കനത്ത സുരക്ഷയിലാണ് വിയ്യൂരിലേക്ക് കൊണ്ടുവന്നത്. സായുധ സേനയുടെ അകമ്പടിയോടെയായിരുന്നു യാത്ര. രാവിലെ 7:30-ക്കാണ് ഗോവിന്ദചാമിയും സംഘവും കണ്ണൂരിൽ നിന്ന് തിരിച്ചത്. ഉച്ചയ്ക്ക് 12:30-ഓടെ തൃശ്ശൂരിലെത്തി. റിപ്പർ ജയാനന്ദനും ചെന്താമരയും വിയ്യൂരിലാണ് തടവിലുള്ളത്. താഴത്തെ നിലയിലെ GF-1-ലാണ് ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരിക്കുന്നത്. കൂടെ ഒരു തടവുകാരനെ പാർപ്പിക്കാൻ തീരുമാനമായിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. ഇത് പോലീസിന് വേണ്ടപ്പെട്ട ഒരാളായിരിക്കും എന്നുള്ള വിവരവുമുണ്ട്. എന്നാൽ അയാൾക്ക് ഈ സെല്ലിൽ കഴിയാൻ
കഴിയുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. കാരണം ഗോവിന്ദചാമി ഏതൊക്കെ രീതിയിൽ ഇയാളെ ഉപദ്രവിക്കും എന്നുള്ളത് അറിയാൻ കഴിയില്ല. ലൈംഗികാസക്തി മൂക്കുമ്പോൾ വേണമെങ്കിൽ അയാളെ കടന്നു പിടിക്കാനും മടിക്കാത്തവനാണ് ഗോവിന്ദചാമി. ജീവൻ പണയം വെച്ച് അങ്ങനെ കഴിയാൻ തയ്യാറായി ആര് വരും എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ ഒരാളെ സെല്ലിലേക്ക് മാറ്റുന്നത് ഗോവിന്ദചാമിയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. ജയിൽ ഉദ്യോഗസ്ഥരുടെ റൂമിന് സമീപത്താണ് ഈ സെല്ല്. വിയൂരിൽ നിന്ന് തല്ല് കിട്ടുമെന്നറിയാവുന്നതുകൊണ്ട് എന്തെങ്കിലും വേലത്തരം ഗോവിന്ദചാമി പുറത്തെടുക്കും. കാരണം ദേഹം വേദനിച്ചാൽ വെറി പിടിക്കുന്നവനാണ് ചാമി. തല്ല് കൊള്ളാതിരിക്കാൻ മുൻപും കുരുട്ടുബുദ്ധികൾ പയറ്റിയിട്ടുണ്ട്. എന്നെ പോലീസിന് കൈമാറുന്നതിന് മുൻപും തിരിച്ചു കൊണ്ടുവരുന്നതിന് ശേഷവും എക്സ്റേ എടുക്കണം. പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുന്നതിന് മുൻപ് മജിസ്ട്രേറ്റിനോട് ഗോവിന്ദചാമി ഈ ആവശ്യം ഉന്നയിച്ചത് 14 വർഷം മുൻപാണ്. കസ്റ്റഡിയിൽ മർദ്ദനമേൽക്കാതിരിക്കാനുള്ള മുൻകരുതലായിരുന്നു ഈ ആവശ്യം. ഏതെങ്കിലും ഒരു കുറ്റവാളി കോടതിയിൽ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത് കേട്ടുകേൾവിയില്ലാത്തതാണെന്ന് അന്ന് കോടതി മുറിയിലുണ്ടായിരുന്ന റിട്ടയേർഡ് SI മുഹമ്മദ് അഷ്റഫ് പറയുന്നു. ഗോവിന്ദചാമിയെ പൂട്ടാൻ 6 വർഷം സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്തിയ അഷ്റഫ് ജയിൽ ചാട്ട വാർത്തയുടെ നടുക്കത്തിലാണ് ഈ വിവരം പുറത്തു പറഞ്ഞത്. ക്രിമിനൽ മനസ്സാണ് അയാൾക്കുള്ളത്. എന്തും അയാൾ ചെയ്യും. യുവതിയെ കൊന്ന കേസിൽ നീതി ഉറപ്പാക്കാൻ 7000 പേജുള്ള കേസ് ഫയലുമായി വിചാരണ കോടതി മുതൽ സുപ്രീം കോടതി വരെ കയറി ഇറങ്ങിയ ഉദ്യോഗസ്ഥനാണ് അഷ്റഫ്. FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ കേസിന്റെ അന്വേഷണത്തിൽ പങ്കാളിയായി. കുറ്റപത്രം തയ്യാറായ ശേഷം സെഷൻസ് കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ സഹായിക്കാൻ അഷ്റഫിനെ നിയോഗിച്ചു. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഗോവിന്ദചാമി അപ്പീൽ പോയപ്പോൾ അറ്റോർണി ജനറലിന്റെ സഹായിയായി അഷ്റഫിനെ സർക്കാർ നിയോഗിച്ചു. തെളിവെടുപ്പിനിടെ ഭക്ഷണകാര്യത്തിൽ ഗോവിന്ദചാമിയുടെ നിർബന്ധങ്ങൾ തലവേദനയായിരുന്നുവെന്നും അഷ്റഫ് ഓർക്കുന്നു. ബിരിയാണി വേണമെന്ന് നിർബന്ധം പിടിക്കും, കിട്ടിയില്ലെങ്കിൽ സഹകരിക്കില്ല. വിചാരണ കോടതിയിൽ വിധി വരുന്ന ദിവസമാണ് ഗോവിന്ദചാമിയെ അവസാനമായി കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. 2022 സർവീസിൽ നിന്ന് വിരമിച്ച അഷ്റഫ് പോലീസ് അക്കാദമിയിൽ സൗമ്യ വധക്കേസിനെ കുറിച്ച് ക്ലാസ് എടുക്കാറുണ്ട്. ഗോവിന്ദചാമി ജയിൽ ചാടിയെന്ന വാർത്ത ഞെട്ടലുണ്ടാക്കിയെന്നാണ് കോടതിയിൽ സാക്ഷിമൊഴി നൽകിയ TB മൊയ്തീൻകുട്ടിയും പറഞ്ഞത്. 2011 ഫെബ്രുവരിയിൽ ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ട് പീഡിപ്പിക്കുകയും മാരകമായി പരിക്കേൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്ത കേസിൽ പ്രതിയായ ഗോവിന്ദചാമിക്കെതിരെയുള്ള കേസിൽ മൊഴി നൽകിയ സാക്ഷികളിൽ ഒരാളാണ് കലാമണ്ഡലത്തിന് സമീപം താമസിക്കുന്ന തെക്കേക്കരമേൽ വീട്ടിൽ മൊയ്തീൻകുട്ടി. സംഭവം നടന്ന അന്ന് വൈകിട്ട് യുവതി ട്രെയിനിൽ നിന്ന് വീണെന്നറിഞ്ഞ് സ്ഥലത്തെത്തിയ മൊയ്തീൻകുട്ടിയാണ് സംഭവ സ്ഥലത്ത് നിന്ന് തനിക്ക് ലഭിച്ച യുവതിയുടെ ബാഗും വിവരങ്ങളും അടങ്ങുന്ന രേഖകളും പോലീസിന് കൈമാറിയത്. പിന്നീട് സാക്ഷിമൊഴി നൽകിയതോടെ കോടതിയിൽ പലവട്ടം ഗോവിന്ദചാമിയെ അഭിമുഖീകരിക്കേണ്ടി വന്നുവെന്നും കുടുംബത്തോടെ താമസിക്കുന്ന തനിക്ക് ഭീതി ഉണ്ടാക്കിയെന്നും മൊയ്തീൻകുട്ടി പറഞ്ഞു. ഗോവിന്ദചാമി ജയിൽ ചാടിയെന്നറിഞ്ഞതോടെ വലിയ തീയാണ് തൻ്റെ നെഞ്ചിലുണ്ടായതെന്നും പിന്നീട് പിടിക്കപ്പെട്ടതോടെയാണ് തനിക്കൊന്ന് സമാധാനമായതെന്നും മൊയ്തീൻകുട്ടി പ്രതികരിച്ചിരുന്നു. എന്തായാലും വിയൂരിൽ ഗോവിന്ദചാമിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് വിയൂർ ജയിലിനെ കുറിച്ച് അറിയാവുന്നവർ വ്യക്തമാക്കുന്നത്. കാരണം അത്ര നിസാര ജയിലല്ല വിയൂര്. കൊടും ക്രിമിനലുകളൊക്കെ വിഹരിക്കുന്ന കോട്ടയായതുകൊണ്ട് തന്നെ അവരെ മെരുക്കാൻ കഴിവുള്ളവരെ തന്നെയാണ് വിയൂരിൽ നിയോഗിച്ചിരിക്കുന്നതും. ഗോവിന്ദചാമിയുടെ ഒറ്റക്കയ്യൻ കളികൾ ഇനി അവിടെ നടപ്പാകുമോ ഇല്ലയോ എന്നത് അറിയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും അടി കിട്ടുന്ന കാര്യത്തിൽ ഒരു മയവും ഗോവിന്ദചാമിക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.